Hi my dear students, once again welcome back to Sequences and Series. In this today's class we are going to discuss some more problems about the geometry progression. Geometry progression ന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വീണ്ടും അതിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതിന്റെ കുറച്ചുകൂടി പ്രോബ്ലംസിലേക്ക് നമുക്കൊന്ന് പോകാം. Here is the next question, question number 44. The fourth term of a GP is square of its second term and the first term is -3. Then find its seventh term. Question ഒന്നുകൂടെ നോക്കിക്കേ മക്കളെ. Fourth term of a GP means T4 is square of its second term means T2 square. The fourth term of a GP T4 is square of its second term means T2 square, and the first term, that means a is equal to -3. Then find its seventh term, T7. This is the question. T4 നമുക്കറിയാം, T4 is AR cube is equal to what is T2 AR the whole square. Okay, so that is the given condition. T4 is equal to T2 square എന്ന് പറഞ്ഞാൽ നമ്മൾ T4 ന് പകരം അതിന്റെ ടേമിന്റെ ഫോർമുല കൊടുത്തു. നമുക്കറിയാമല്ലോ Tn is equal to AR raised to n minus 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ T4 എന്ന് പറഞ്ഞാൽ AR cube ആണ്, T2 എന്ന് പറഞ്ഞാൽ AR1. Okay, so it is AR cube is equal to A square R square, right? ഒരു A നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഒരു ആർ സ്ക്വയറും കട്ട് ചെയ്യാം, പിന്നെ ഇവിടെ ആറ് വരും. ദറ്റ് മീൻസ് ആർ ഈസ് ഈക്വൽ ടു എ എന്ന് വരും. രണ്ട് സ്ഥലത്തും എ ഉണ്ട്, അപ്പോൾ ഒരു എ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ രണ്ട് സ്ഥലത്തും ആർ സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഇവിടുന്ന് ഒരു ആർ സ്ക്വയർ കട്ടാവും, ഇവിടുന്ന് ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് എഴുതാം, അപ്പോൾ ഒരു ആർ സ്ക്വയർ കട്ടായിട്ട് ആറെന്ന് വരും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ -3 തന്നിട്ടുണ്ട്, therefore ആർ ഈസ് ഓൾസോ ഈക്വൽ ടു -3. അപ്പോൾ നമുക്ക് എ ആയി ആർ ആയി. ഇനി നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. നമുക്ക് വേണ്ടത് T7 ആണ്. T7ന്റെ ഫോർമുല AR raised to 6 ആണ്. That is -3 into -3 raised to 6. Right? So it is -3 raised to 7. അല്ലേ? A raised to m into A raised to n is A raised to m plus n. That is 1 plus 6. That is 7. So -3 raised to 7. That is -2187. Okay, so this is T7. Okay, okay മക്കളെ, മനസ്സിലായോ? ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദിസ് ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 45. വിച്ച് ടേം ഓഫ് ദ GP 2, 2√2, 4 etc. ഈസ് 128. ക്വസ്റ്റ്യൻ മനസ്സിലായി നോക്കിയ മക്കളെ. ഈ GPയുടെ എത്രാമത്തെ ടേം ആണ് 128 എന്ന് വെച്ചാൽ ഈ GPയുടെ Tn എന്ന് പറയുന്നത് nth ടേം, ഏതോ ഒരു ടേം 128 ആണ്. സോ ലെറ്റ് us take it as Tn. Tn is equal to 128. ഇനി Tn ന്റെ ഫോർമുല നമുക്കറിയാമല്ലോ, AR raised to n minus 1 is equal to 128. We are just applying the formula. Then can you say what is A? A is 2. What is R? A is the first term. R is T2 by T1. What is T2? 2√2 by 2. 2 cut ആയി R is equal to √2. അപ്പോൾ A എന്ന് പറഞ്ഞാൽ 2 ആണ്, R എന്ന് പറഞ്ഞാൽ √2 ആണ്. Raised to n minus 1 is equal to 128. അപ്പോൾ നമുക്ക് √2 raised to n minus 1 എന്ന് പറഞ്ഞാൽ 128 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിക്കൂടെ? കാരണം ഈ 2 കൊണ്ട് ഇതിനെ കൊണ്ട് ക്രോസ് ചെയ്യുമ്പോൾ ഇത് താഴോട്ട് പോരുമല്ലോ, നമ്മൾ കട്ട് ചെയ്യും, 64 എന്ന് വരും അല്ലേ? സോ √2 raised to n minus 1 is equal to 64. ഓക്കെ മക്കളെ? ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? Tn is equal to 128 ആണ്. ഏത് ഒരു ടേം ആണ് 128, അത് ഏത് ടേം ആണ് എന്ന് വെച്ചാൽ ഈ എന്നിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടിയാൽ നമുക്ക് ആൻസർ ആയി. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ n കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
അതിനായി നമ്മൾ 64ന്റെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാൻ പോകും. 64 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 32 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് അപ്പോൾ 16 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് അപ്പോൾ 8 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് 4 വരും. വീണ്ടും 2 കൊണ്ട് 2 എന്ന് വരും. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ 1 എന്ന് വരുമല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ 2 എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. 1 2 3 4 5 6. സോ 2 6 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? √2n-1 is equal to 2 6 എന്നാണ്. ഈ 2 എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ √2 into √2 എന്ന് എഴുതിക്കൂടെ? ഇറ്റ് മീൻസ് √2ന്റെ സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ? അപ്പൊ അത്തരത്തിൽ നമുക്ക് ഇതിനെ √2ന്റെ സ്ക്വയർ all⁻6 എന്ന് എഴുതാം. കറക്റ്റ്? So it is √2 a⁻m all⁻n is m into n, that is 2 into 6, that is √2 12 എന്ന് പറയുന്നതാണ് √2n-1. ഇപ്പൊ കണ്ടോ, ഇതിന്റെ രണ്ടിന്റെയും ബേസ് സെയിം ആണ്. അപ്പൊ നമുക്ക് അപ്പൊ ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് ഈക്വൽ ആയിരിക്കുമല്ലോ, എന്നാലേ രണ്ടും ഈക്വൽ ആയിട്ട് വരത്തുള്ളൂ. ദാറ്റ് മീൻസ് n-1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ n-1 ഇത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെ √2 ആണ് താനും. അങ്ങനെയാണെങ്കിൽ √2n-1 is equal to √2 എന്ന് പറഞ്ഞാൽ n-1 is equal to 12 ആയിരിക്കും. That means n is equal to 12 plus 1 is equal to 13 ആയിരിക്കും. അപ്പോ n-ന്റെ വാല്യൂ കിട്ടി. ഈ n എന്ന് പറഞ്ഞാലാണ് എന്ത്? നമ്മൾ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം ആണ് എന്നുള്ളതാണ്. ആ Tn എന്ന് പറഞ്ഞാണ് നമ്മൾ 128 എടുത്തേക്കണേ. ഇപ്പൊ നമുക്ക് n is equal to 13 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് നമ്മുടെ T13 എന്ന് പറയുന്നതായിരിക്കും 128. ചോദ്യം ഇതാണ്, എത്രാമത്തെ ടേം ആണ് 128 എന്നായിരിക്കും. സോ ദ ആൻസർ ഈസ് the 13th term is 128. So T13 is equal to 128. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? യെസ്. So here is the next question, question number 46. Which term of the GP 1/3, 1/9, 1/27, etc. is 1/19683? Is 1/19683. ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ നല്ലൊരു പ്രോബ്ലം തന്നെയാണ്. നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലതവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതേ നേരത്തെ പോലെ തന്നെ ചെയ്യാം. ലെറ്റ് Tn എന്ന് എടുക്കാം. Tn is equal to 1/19683. ഫോർമുല അപ്ലൈ ചെയ്യാമല്ലോ. Tn is a⁻n-1 equal to 1/19683. ഇവിടെ a എന്ന് പറയാൻ നമുക്കറിയാം, ഫസ്റ്റ് ടേം ഈസ് 1/3 ആണ്. ഇനി r കണ്ടുപിടിക്കാം. r is T2/T1 ആണ്. That is 1/9 divided by 1/3. That is 1/9 into തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത് തമ്മിൽ കട്ടായി പോകും. അപ്പോൾ 3 എന്ന് വരും. So that's equal to 1/3 എന്ന് വരും. അപ്പോൾ a 1/3 ആണ്, r ഉം 1/3 ആണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം 1/3 into 1/3n-1 is equal to 1/19683. That is, if a⁻m into a⁻n എന്നുള്ള ഫോർമുല ആയി. So that is a⁻m plus n എന്നാവും. That is 1/3 plus n-1 is equal to 1/19683. Okay. So that is 1/3n അല്ലേ? ഈ 1 ഉം ഈ -1 ക്യാൻസൽ ആയി പോകും. is equal to 1/19683. That is 1/3n is equal to 1/, കാരണം 1/n എന്ന് പറഞ്ഞാൽ 1 അല്ലേ, പിന്നെ 3n അല്ലേ ഉള്ളൂ. So 1/19683. ഓക്കെ. ഈ 19683നെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. 3 ഉണ്ട്. 3 into 6 18 വരും. 16 3 into 5 വരും. റിമൈൻഡർ 1 18 6 വരും. സോ 1. ഓക്കെ.
വീണ്ടും 3 കൊണ്ട് ചെയ്യുമ്പോൾ ഇത് 2 വന്നു, ഇത് 1, 8 വരും, 7 വരും. ഒന്ന് മൾട്ടിപ്ലൈ നോക്കി കിട്ടും നോക്കോ. 7 × 3 21, റിമൈൻഡർ 2, 3 × 8 24 + 2 26, റിമൈൻഡർ 1, 3 × 1 3 + 2 5, 3 × 2 6. വീണ്ടും 3 കൊണ്ട് 7, 2, റിമൈൻഡർ 6 വരും, 9 വരും. വീണ്ടും 3, 7, 2, റിമൈൻഡർ 2 4 3 വരും. വീണ്ടും 3, അപ്പോൾ 81 വരും. വീണ്ടും 3 9 വരും. വീണ്ടും 3 വരും. ഓക്കെ, സോ നോക്കുക എത്ര 3 ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/3 ഓക്കെ. നമ്മൾ എവിടെ ചെയ്തപ്പോൾ ഇത്തിരി തെറ്റിപ്പോയി. 81 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27 ആണ്. അപ്പോൾ ഈ 27 വരും. വീണ്ടും ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 9 ആണ് വരിക. അപ്പോൾ ഒരു 3 കൊണ്ട് വരും. അപ്പോൾ 81 അപ്പോൾ 27 വരും. 27 വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 വരും. 9 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ 1 2 3 4 5 6 7 8 9 വരും. അപ്പം ഇത് 1/3 എന്ന് വരും. ഓക്കെ, സോ 1/3 n is equal to 1/3 എന്ന് പറഞ്ഞാൽ 3 n equal to 3 9 വരും. ദാറ്റ് മീൻസ് n is equal to 9 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ 9th ടേം ആണ് ഈ 1/19683 എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, മനസ്സിലായില്ലേ? ഓക്കെ, here is a similar one. Which term of the GP √3 3 3√3 etc. is 729? ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലത്തെ തന്നെ ഒരു പ്രോബ്ലം ആണ്. അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത്. a(r)(2) നമ്മൾ Tn = 729, പിന്നെ നമ്മൾ എയും ആറും കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 729 ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുമ്പോൾ എന്നിന്റെ വാല്യൂ കിട്ടും. n is equal to 12 എന്ന് കിട്ടും. n is equal to 12. Do it as a homework. Okay. Here is the next question. Question number 48. The 5th, 8th and the 11th terms of a GP are P, Q and S respectively. Show that Q square is equal to PS. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എഴുതാം. The 5th term T5, that is P. T8, that is Q. 8th term is Q. And 11th term T11 is equal to S. T5 എന്ന് വെച്ചാൽ നമുക്ക് അറിയാമല്ലോ, a(r)(4) എന്ന് പറഞ്ഞാൽ P ആണ്. ഇത് a(r)(7) എന്ന് പറഞ്ഞാൽ Q ആണ്. ഇത് a(r)(10) എന്ന് പറയുന്നതാണ്, ദാറ്റ് ഈസ് S ആണ്. 5th, 8th and 11th. ഓക്കെ, ഇനി നമുക്ക് ഈ പിയും എസും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ നോക്കാം. വാട്ട് ഈസ് പി എസ്? ഇത് പി, ഇത് എസ്. പി എസ് എന്ന് പറഞ്ഞാൽ a(r)(4) ഇൻറ്റു a(r)(10) അല്ലേ? നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. a ഇൻറ്റു a സ്ക്വയർ വരും. r(4) ഇൻറ്റു r(10) ഈസ് r(4 + 10) എന്ന് വരും. ദാറ്റ് ഈസ് a സ്ക്വയർ r(14) എഴുതാം. ഇതിനെ നമുക്ക് a(r)(7) എന്ന് പറയാം. അതിന്റെ സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? a(m) all(n) is a(m) into all(n) is a(m) into n. അപ്പം a(1 into 2) a സ്ക്വയർ എന്ന് വരും. r(7 into 2) 14 വരും. ഇനി വാട്ട് അബൌട്ട് a(7)? a(7) എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? q ആ. അപ്പൊ ഇതിനെ നമുക്ക് q സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അപ്പൊ എന്താ വരുന്ന നോക്കിയേ, p into s is equal to q square. So that's the value. ഓക്കെ, ഇപ്പൊ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ, ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യണം. Here is the next question, question number 49. How many terms of the GP 3, 3/2, 3/4, etc. are needed to give the sum 3069 divided by 512?
ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. 3069 ഡിവൈഡഡ് ബൈ 512. ഓക്കെ, അപ്പോൾ ഇവിടെ GPയുടെ ഫസ്റ്റ് ടേം നമുക്കറിയാം a = 3 ആണ്. R നമുക്ക് കണ്ടുപിടിക്കാം. T2 by T1, that is 3/2 divided by 3, that is same as 3/2 into 1/3, right? കട്ടായി പോയിട്ട് 1/2 എന്ന് വരും. അപ്പോൾ a എന്ന് പറഞ്ഞാൽ 3, R എന്ന് പറഞ്ഞാൽ 1/2. ഇനി സം തന്നിട്ടുണ്ട്. സം ഓഫ് n ടേംസ് ഈസ്, എത്ര ടേമാണെന്ന് നമുക്കറിയില്ല, എത്ര ടേം വേണമെന്നാണ് ചോദ്യം. Sn തന്നിട്ടുണ്ട്, that is 3069 divided by 512. ഇനി Snന്റെ ഫോർമുല നമുക്കറിയാമല്ലോ. എന്താ Snന്റെ ഫോർമുല? യെസ്, a into 1 minus r raised to n by 1 minus r, അല്ലെ? കാരണം r എന്ന് പറഞ്ഞാൽ <1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്തത്. That's equal to 3069 divided by 512. ഓക്കെ, ഇവിടെ നമുക്ക് a അറിയാം, a is equal to 3 ആണ്. സോ 3 into 1 minus r അറിയാം, 1/2 ആണ്. സോ 3 into 1 minus 1/2 raised to n, 1/2 raised to n divided by 1 minus 2 is 1 minus 1/2 is equal to 3069 divided by 512. Okay, that is 3 into 1 minus 1/2 raised to n divided by 1 minus 1/2 is 1/2 is equal to 3069 divided by 512. നമുക്ക് വേണ്ടത് n ന്റെ വാല്യൂ ആണ്. That is ഈ 1/2 കൊണ്ട് അല്ലെ നമുക്ക് ഈ 3 കൊണ്ടൊന്ന് കട്ട് ചെയ്യാം. 3 കൊണ്ട് രണ്ട് സൈഡിലും കട്ട് ചെയ്യുമ്പോൾ ഇത് 10 2 3. ഓക്കെ, ഇത് മേളിൽ ചെല്ലുമല്ലോ. സോ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പകരം 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ 2 into 1 minus 1/2 raised to n is equal to, ഇത് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ ആയ 2/1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. is equal to 1023 divided by 512. ഓക്കെ മക്കളെ, that is 1 minus 1/2 raised to n is equal to 1023 divided by 512 into 2. ഈ 2 താഴോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 minus 1/2 raised to n is equal to 1023 divided by 512 into 2 എന്ന് പറഞ്ഞാൽ 500ന്റെ ഇരട്ടി 1000 വരും, 12ന്റെ ഇരട്ടി 24 വരും, 1024 വരും. ഓക്കെ, സോ നമുക്ക് അതിനെ ഇപ്പുറത്തേക്കൊന്ന് മാറ്റാം. 1 minus 1023 divided by 1024 എന്ന് പറഞ്ഞാൽ ഈ മൈനസ് അപ്പുറം ചെല്ലുമ്പോൾ പ്ലസ് ആവും, 1/2 raised to n എന്നാവും. ഓക്കെ, that is ക്രോസ് ചെയ്യാം. that is 1024 minus 1023 divided by 1024 എന്ന് പറയുന്നത് 1/2 raised to n ആവും. നമ്മൾ ചെയ്തത്രേ ഉള്ളൂ, ഇതിനൊന്ന് ക്രോസ് ചെയ്തു. 1024 minus 1023 divided by 1024. That is 1024 ൽ നിന്ന് 1023 കുറച്ചാൽ 1 വരുമല്ലോ. 1/1024 is equal to 1/2 raised to n. എന്ന് വെച്ചാൽ എന്താ മക്കളെ, ഇത് റെസിപ്രോക്കൽ എടുക്കണ്ട. റെസിപ്രോക്കൽ എടുത്തില്ലെങ്കിലോ 1024 എന്ന് പറഞ്ഞാൽ 2 raised to n ആണ്. നമ്മൾ 1024നെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. 2 raised to 10 ആണ് 1024 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന് ഇതിനകത്ത് കൊടുക്കാം. അതിന് പകരം 2 raised to 10 എന്ന് എഴുതാം. So it is 2 raised to 10 is equal to 2 raised to n. That means what? That means n is equal to 10. മനസ്സിലായോ? ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. പല എക്സാമിനേഷനും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം നിങ്ങൾ ചെയ്ത് പഠിച്ചോണം. ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ മക്കളെ? യെസ്. Here is the next question, question number 50. How many terms of the GP 3, 3 square, 3 cube, etc. are needed to give the sum
120. ക്വസ്റ്റ്യൻ മനസ്സിലായാലോ? നേരത്തെ ചെയ്ത പോലുള്ള തന്നെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഈ ജി പിയുടെ എത്ര ടേം കൂട്ടിയാൽ 120 കിട്ടും? അപ്പൊ നമ്മൾ വീണ്ടും ചെയ്യുന്നത് പോലെ തന്നെയാണ്. n ടേംസിന്റെ സമ്മം എടുക്കും. Sn is equal to 120. A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ആണ്. R എന്ന് പറഞ്ഞാലും 3 ആണ്. അപ്പൊ നമ്മൾ ഫോർമുല ഈസ് A. ഇവിടെ നമുക്ക് ഫോർമുല ഈസ് A into R raised to n minus 1 എന്ന് വരും. കാരണം R ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് 1 by R minus 1 is equal to 120. So 3 into 3 raised to n minus 1 by 3 minus 1 is equal to 120. Okay? നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം ഇനി. So that is 3 into 3 raised to n minus 1 by 3 minus 1 is 2. 2 is equal to 120. ഈ 3യും ഈ 120 കൂടെ നമുക്ക് വെട്ടാം. അപ്പോൾ എത്ര വരും? 40 വരും. ഓക്കെ. So 3 raised to n minus 1 by 2 is equal to 40. ഓക്കെ. ഇനി നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ഉദ്ദേശം n കണ്ടുപിടിക്കാം എന്നുള്ളതാണല്ലോ. So 3 raised to n minus 1 is equal to 2 into 40, that is 80. 2 into cross ചെയ്ത് 2 into 40. Or 3 raised to n is equal to 80 plus 1 എന്ന് വരും അല്ലെ. ഈ മൈനസ് 1 ഇപ്പറേ കൊണ്ടുവന്നു. അപ്പോൾ 80 plus 1. So 3 raised to n is equal to 81. നമുക്ക് 81 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. 3 27, വീണ്ടും 3 9, വീണ്ടും 3 3. So 3 raised to 4. So 3 raised to n is equal to 3 raised to 4. That means n is equal to what? 4. അപ്പോൾ ഈ ജി പിയുടെ എത്ര ടേം കൂട്ടിയാൽ നമുക്ക് ഈ വാല്യൂ കിട്ടുമെന്നായിരുന്നു ചോദ്യം. വാല്യൂ 120. ഈ ജി പിയുടെ എത്ര ടേം കൂട്ടിയാൽ 120 കിട്ടും? നമ്മളതിന് n ടേംസ് കൂട്ടിയാൽ കിട്ടുമെന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ ആ എന്നിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്നിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പൊ ഈ ജി പിയുടെ 4 ടേം കൂട്ടിയാൽ നമുക്ക് 80 കിട്ടുമെന്ന്, സോറി ഈ 120 കിട്ടുമെന്ന് മനസ്സിലായി. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഈ തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ? അപ്പോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന്റെ മാസ്റ്റേഴ്സ് ആകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. Here is the next question, question number 51. Find x such that minus 2 by 7, x minus 7 by 2 are in GP. ഇത് 3 GPയിലാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാമല്ലോ ജി പിയുടെ പ്രത്യേകത എന്താ? T2 by T1 is equal to T3 by T2 ആയിരിക്കും. T2 എന്ന് പറഞ്ഞാൽ x ആണ്. T1 എന്ന് പറഞ്ഞാൽ minus 2 by 7 ആണ്. is equal to T3 is minus 7 by 2 ആണ് divided by x ആണ്. ഒന്ന് ക്രോസ് ചെയ്യാം. So x into x is equal to minus 2 by 7 into minus 7 by 2. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ഈ 2ഉം 2ഉം കൂടെ വെട്ടിപ്പോവും. 7ഉം 7ഉം കൂടെ വെട്ടിപ്പോവും. 1 ആവും. ദാറ്റ് മീൻസ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് അല്ലെ. സോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ദാറ്റ് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പൊ എക്സിന്റെ വാല്യൂ 1 ആകുമ്പോഴാണ് നമ്മുടെ ഈ 3 ടീമും, അതായത് ഈ വരുന്ന ഈ 3 ടീമും ജി പിയിലായി മാറുന്നത്. മനസ്സിലായ മക്കളെ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ അറ്റ് ദ സെയിം ടൈം വളരെ സിമ്പിളും ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതിനകത്ത് മാസ്റ്റേഴ്സായി മാറത്തുള്ളൂ. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, goodbye.